അഭിവന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവറുകളെ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ബാക്കിയാത്തു സാലിഹാത്തിൽ ക്ലാസ് തുടങ്ങി ഉസ്താദന്മാരെയും അതേ പ്രകാരം തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളെയും പെരുന്നാൾ അവധിക്ക് ശേഷമുള്ള ക്ലാസ്സുകൾ ആരംഭിച്ച് അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഷെയ്ഖുൽ ഹദീസ് വ തഫ്സീർ ഷെയ്ഖ് അബ്ദുൽ ഹമീദ് ഹസ്രത്ത് അവറുകളെ, ഈ യോഗത്തിന് സ്വാഗത ഭാഷണം നടത്തി അനുഗ്രഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ട്രഷററും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നിരതനാവുകയും നേതൃത്വം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പൊയ്യോട് ഉമർ മുസ്ലിയാർ അവറുകളെ, അതേപ്രകാരം തന്നെ നമ്മോടൊപ്പം സമയം ചെലവഴിച്ച അഭിവന്യരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകളെ, ബഹുമാനപ്പെട്ട ഈ സംഘടനയുടെ അമരക്കാരൻ, ഈ സംഘടനയുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവറുകൾ, അവരൊക്കെ ഇവിടെ കേൾക്കുന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ വിചാരിക്കുക എന്താ വിളിക്കുന്നത്. അതേ പ്രകാരം തന്നെ ഇവിടെ ഈ സദസ്സിലും സ്റ്റേജിലുമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സംഘടനാ പ്രവർത്തകരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, ദിൽ ഖുവ്വത്തിൽ മതീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സദഖല്ലാഹു മൗലാനൽ അദീം. ബഹുമാനികളെ, ഇനി ഇവിടെ ഒരു അവതരണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവതരണത്തിൻ്റെ ആവശ്യം ഇനി ഇല്ല. സുപ്രധാനമായ 4 പ്രസംഗങ്ങളാണ് ഇവിടെ കഴിഞ്ഞത്. സയ്യിദുൽ ഉലമായുടെ പ്രസംഗം, അഭിവന്യരായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം, പൊയ്യോട് ഉമർ ഉസ്താദിൻ്റെ പ്രസംഗം, നമ്മളെല്ലാവരെയും വളരെ ചിന്തിപ്പിച്ചുകൊണ്ടുള്ള ഹസ്രത്ത് അവറുകളുടെ പ്രസംഗം, അദ്ദേഹത്തിന് അറബി ഭാഷയിലും അതേ പ്രകാരം തന്നെ ഉറുദു ഭാഷയിലും തമിഴ് ഭാഷയിലും, രാജ്യം തമിഴ്നാടാണല്ലോ, അപ്പോൾ തമിഴ് ഭാഷയിലും വളരെ നന്നായി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വിഷയാവതരണങ്ങൾ നൽകിക്കൊണ്ട് പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കർമ്മശാസ്ത്ര സംബന്ധമായ ഒരു ക്ലാസിൻ്റെ അവതരണം ഒരിക്കൽ കേൾക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, വളരെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ മതിപ്പ് ഉണ്ടാവുകയാണ് ചെയ്തത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹം നമ്മളെ അനുസ്മരിപ്പിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ബാക്കിയാത്തു സാലിഹാത്ത്
കേരളത്തിൽ ഉമ്മുൽ മദാരിസ് ജാമിഅ നൂരിയ അറബിക് കോളേജ് വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വേണ്ടി പോയിരുന്നത് ബാക്കിയാത്തു സാലിഹാത്തിലേക്കാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപക നേതാക്കളിൽ ബഹുഭൂരിഭാഗവും, മുഴുവനും എന്ന് പറയാവുന്ന വിധത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്നവരാണ്. ഇപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 ജൂൺ 26 രൂപീകരിച്ചതിൻ്റെ ശേഷം ധാരാളം സമ്മേളനങ്ങൾ നടന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം സമ്മേളനങ്ങളും മുഷാവറ യോഗങ്ങളും പ്രമേയങ്ങളും പാസാക്കുകയുമുണ്ടായി. ആദ്യത്തെ സമ്മേളനം 1927 ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് അന്നത്തെ ബാക്കിയാത്തു സാലിഹാത്തിലെ മാനേജറായിരുന്ന ബാനി ഹദ്റത്തിൻ്റെ പുത്രൻ ളിയാഉദ്ദീൻ ഹസ്റത്ത് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്നിപ്പോൾ ഈ നിമിഷത്തിൻ്റെ മുമ്പായി പറഞ്ഞാൽ ഏറ്റവും അവസാനമായി ഈ നിമിഷത്തിൻ്റെ മുമ്പ് എന്ന് പറയണം. കാരണം ഇനി സമ്മേളനങ്ങൾ തുടർന്നു കൊണ്ടുപോവാണ്. ഈ സമ്മേളനത്തിലും ബാക്കിയാത്തിൻ്റെ പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ഹസ്റത്തോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുമാറാവട്ടെ. 1974 ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്റത്ത് എന്ന് പറയും, ഹദ്റത്താണ്, അതങ്ങനെ പറച്ചില്ല, അതിനും കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഒരു കായൽ പട്ടണത്ത് മഹ്ദറത്തുൽ ഖാദിരിയ എന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പാളായി ജോലി ചെയ്യുന്ന കാലത്ത് ഇവിടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സമസ്തയുടെ പ്രതിനിധികളായിക്കൊണ്ട് മാനാർ അബ്ദുൽ ഖാദിർ ഹാജി ഉസ്മാൻ സാഹിബ് ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കായൽ പട്ടണത്തിലേക്ക് ക്ഷണിക്കുകയും തമിഴ്നാട്ടിലുള്ള പ്രമുഖരായ ആളുകളെ ഒരു കൺവെൻഷൻ വിളിക്കുകയും ചെയ്തു. ആ കൺവെൻഷനിൽ വെച്ച് ഒരു തീരുമാനമെടുത്തു. തീരുമാനം നമ്മളുടെ തൊട്ട അയൽ രാജ്യമാകുന്ന, എന്നാൽ കേരളത്തേക്കാൾ എത്രയോ ഇരട്ടി വലുപ്പമുള്ള തമിഴ്നാടിൽ കേരളത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങളൊക്കെ തമിഴ്നാട്ടിലും അതേപോലെ നമ്മൾക്ക് നടത്തണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സൗകര്യങ്ങളും വാഹന സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും മറ്റൊന്നും അന്നില്ലല്ലോ. അങ്ങനെയുള്ള അസൗകര്യങ്ങൾ കാരണമായിട്ടായിരിക്കും അത് അന്ന് തുടരാൻ സാധിച്ചില്ല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലേക്കൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലേക്കും അന്നത്തെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സമ്മേളനം ഇത് സ്വാഗത പ്രസംഗത്തിലും മറ്റും പറഞ്ഞു, ഇത് 98 100ാം വാർഷികത്തിൻ്റെ മുന്നോടിയാണ്. അങ്ങനെ പറയുന്നത് സൂര്യവർഷപ്രകാരമാണെന്ന്. സൂര്യവർഷപ്രകാരം ക്രിസ്താബ്ദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തുടക്കത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ക്രിസ്താബ്ദം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് മുതൽക്ക് തന്നെ ഉള്ള യഥാർത്ഥത്തിലുള്ള ഒരു വർഷമാണ് സൂര്യവർഷം. അസ്സനത്തു ശംസിയ. ചന്ദ്രവർഷം എന്ന് പറയുന്നത് അത് മറ്റൊരു വർഷമാണ്. ശറഈയായ കാര്യങ്ങൾക്കൊക്കെ അധികവും നമ്മൾ കണക്ക് കൂട്ടുന്ന വർഷമാണത്. അതല്ലാത്ത മൂന്നാമത്തെ ഒന്നുണ്ട്, അത് വേറെ ഉണ്ട്, പലതുമുണ്ട്. ഇത് രണ്ടിനെയും വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട്, ഇസ്ലാം ശരീഅത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനികളെ, നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം
100-ാം വാർഷികത്തിൻ്റെ തൊട്ടു മുമ്പ് നടത്തപ്പെടുന്നത് എന്നുള്ള സന്തോഷം ഈ സമ്മേളനത്തിൽ നമ്മൾക്ക് വലിയ ഒരു സന്തോഷകരമായ ഒരു സന്ദേശം കേരള മുസ്ലിം സമൂഹത്തിലേക്ക്, അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും പരന്നു കിടക്കുന്ന മലയാളി മുസ്ലിം സഹോദരങ്ങളിലേക്ക് ഒരു മഹത്തായ സന്ദേശം എത്തിയിരിക്കുകയാണ്. ഇവിടെ ചില ദുഷ്ടരാക്കുള്ള ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും അഭിവന്യരായ പാണക്കാട് കുടുംബത്തിൻ്റെയും ഇടയിൽ ഭിന്നിപ്പും ഛിദ്രയും ഉണ്ടാക്കുന്നതിന് വേണ്ടി കണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിൻ്റെ ശത്രുക്കളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത അത്തരം പ്രചരണങ്ങൾക്കൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് ഈ സംവിധാനങ്ങളൊക്കെ, ഈ പണ്ഡിത സംവിധാനം, ഈ രാഷ്ട്രീയ സംവിധാനം, ഈ സാദാത്തുക്കളുടെ ആ മഹത്തായ നേതൃത്വം, ഇതെല്ലാം ഒരൊറ്റക്കെട്ട് തന്നെയാണ് എന്ന് ഉള്ള ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകിയിരിക്കുകയാണ്. ആ സന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജഫരി തങ്ങൾ, മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ, നമ്മുടെ സമസ്തയുടെ പ്രസിഡന്റ്, ഈ കാര്യം ഇവിടെ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ കാര്യം ഇവിടെ പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ട്രഷറർ